സന്ധികളുടെ തേയ്മാനം പ്രായമായവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇത്. കൈകാൽ മുട്ടുകളുടെ തേയ്മാനത്തിനും നാശനത്തിനുമുള്ള ഒരു അത്യാധുനിക ചികിത്സാ രീതിയാണ് ആർത്രോസ്കോപ്പി. വളരെ ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരനും പ്രാപ്യമായ ഒരു ചികിത്സാ രീതിയാണ് ഇത്. തോളിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു കോമൺ പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട്. പല രോഗികളും തോൾ വേദനയായിട്ട് വരും. ചെറുപ്പക്കാർ തൊട്ട് വയസ്സായവർ വരെ ഇപ്പോൾ തോൾ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും കാണുന്നത് പ്രായം ഒരു 50-60 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കായിരിക്കും കാണുന്നത്. അവർക്ക് പലപ്പോഴും ഡയബറ്റീസ്, തൈറോയ്ഡ് എന്ന പ്രശ്നങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ചെറുപ്രായത്തുള്ളവർക്ക് മിക്കവാറും ഈ ഇഞ്ചുറീസ്, ഒന്നുകിൽ ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ കളിക്കളത്ത് പ്രശ്നങ്ങൾ പറ്റി വീഴുക, അല്ലെങ്കിൽ വോളിബോൾ കളിക്കുമ്പോൾ അങ്ങനെ ഈ ഓവർഹെഡ് ക്രിക്കറ്റ് ബൗൾ ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് സ്ഥിരമായിട്ട് തോൾ പ്രശ്നങ്ങൾ കാണുന്നത്. പിന്നെ ആക്സിഡൻറ്റ് വന്നിട്ട് തോളിൽ പല പ്രശ്നങ്ങളായിട്ട് രോഗികൾ വരാറുണ്ട്. തോളിൽ മെയിനായിട്ടുള്ളത് തോൾ പലക അല്ലെങ്കിൽ ഈ സ്കാപ്പുല എന്ന് പറയും. പിന്നെ കൈ എല്ല്, അതാണ് ഈ ബോണ്, ഹ്യൂമറസ് എന്ന് പറയും. പിന്നെ മുന്നിൽ ഇവിടെ ഈ കോളർ ബോൺ എന്ന് പറയും, ക്ലാവിക്കിൾ എന്ന് പറയും. ഇങ്ങനെ 3 എല്ലുകൾ ഉണ്ട്. അപ്പം ഇതാണ് ഈ ഹ്യൂമറസ്. നമുക്ക് തോള് നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു സന്ധിയാണ്. നോക്കുമ്പോൾ അറിയാം ഈ ബോണ്, ഈ സോക്കറ്റ് പോലെയുള്ള ബോണ്, ഈ ബോണിൻ്റെ സൈസിൻ്റെ വ്യത്യാസം. ഇതൊരു 4 ഇരട്ടി സൈസുണ്ട് ഈ സോക്കറ്റിനെക്കാട്ടും. അപ്പോൾ തോള് ഒരു അൺസ്റ്റേബിൾ ജോയിൻ്റ്, അത്ര ഒരു മറ്റേ ഇടുപ്പ് പോലുള്ള സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജോയിൻ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൈയിന് നല്ല മൂവ്മെൻറ്റ്സ് വരുന്നത്. തോളിന് നമുക്ക് കടിപ്പിക്കാനായിട്ട് കുറേ മസിൽസ് ഉണ്ട്. തോൾ പലകയിൽ നിന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ഈ എല്ലുകൾ തമ്മിലുകൾ അറ്റാച്ച് ചെയ്യുന്ന മസിലുകളുണ്ട്. പിന്നെ അകത്ത് ലിഗമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ കാണുന്ന ഒന്നിൽ ആക്സിഡൻ്റൊക്കെ വന്നിട്ട് തോളിൻ്റെ എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ക്ലാവിക്കിളിൽ പൊട്ടാം, ഈ തോള് ഇവിടെ വെച്ച് പൊട്ടാം. പിന്നെ ചിലപ്പോൾ ഈ സ്കാപ്പുല എന്ന് പറഞ്ഞ ഷോൾഡർ ബ്ലേഡിൽ പൊട്ടലുകൾ വരാം. പലപ്പോഴും പ്രായമുള്ളവർ അവരുടെ എല്ല് കട്ടി കുറവുള്ളതുകൊണ്ട് ഈ തോളിൻ്റെ ഈ എല്ല്, ഹ്യൂമറസ് എന്ന് പറഞ്ഞ എല്ലിൽ ഇവിടെ വെച്ചിട്ട് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും ഈ ക്ലാവിക്കിൾ എന്ന് പറഞ്ഞ എല്ലിൽ പൊട്ടൽ വരാനുള്ള സാധ്യത കൂടുതലാണ് വീഴ്ച കൊണ്ട്. പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഈ കളിക്കാർക്കൊക്കെ വരുന്നത് സന്ധിക്ക് അകത്തുള്ള ലിഗമെൻ്റ് ഇഞ്ചറി വന്നിട്ട്, അത് ഈ ബൗളിംഗ് അല്ലെങ്കിൽ വോളിബോൾ കളിക്കുന്നവർക്ക്, അവർക്കെല്ലാം ഈ ലിഗമെൻ്റ് ഇഞ്ചറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ചെറിയ ഇഞ്ചറീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൊണ്ടിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കാൻ പറ്റും. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് എക്സ്റേ മാത്രമല്ല MRI സ്കാൻ കൂടെ എടുക്കേണ്ടി വരും. പലപ്പോഴും അതിൽ ഇഞ്ചറിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആർത്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരും. പിന്നെ പ്രായമുള്ളവർക്ക്, ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഈ മസിലുണ്ട്, ഈ സൂപ്രാസ്പൈനേറ്റസ് എന്ന് പറയും. ഈ തോൾ പലകയിൽ നിന്ന് ഇവിടെ വരുന്ന ഒരു മസിലുണ്ട്. അപ്പോൾ അതിലൊക്കെ കീറൽ വരാം. ഫുള്ളായിട്ട് കീറിപ്പോയി കഴിഞ്ഞാൽ അതിന് ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പലപ്പോഴും പരിശോധനയിൽ നിന്നും പിന്നെ MRI സ്കാനും കൊണ്ട് അറിയാൻ പറ്റും. പിന്നെ ആ മസിൽ കുറച്ച് ഭാഗം മാത്രമേ കീറിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഫിസിയോതെറാപ്പി കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ തോളിനും ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോലും ഫിസിയോതെറാപ്പി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയബറ്റിസ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയബറ്റിസ് ഒക്കെ നല്ല കൺട്രോൾഡ് ആയിരിക്കണം, എന്നാലേ തോൾ വേദന കുറയാറുള്ളൂ. പിന്നെയുള്ള വേറൊരു പ്രശ്നം നമ്മൾ കാണുന്നത് തോളിന് ഒരു ഒറയുണ്ട്. അപ്പോൾ ആ ഒറ ചുരുങ്ങിയിട്ട് അവരുടെ മൂവ്മെൻറ്റ് നഷ്ടപ്പെട്ട്, കൈയുടെ മൂവ്മെൻറ്റ്, കൈ പൊക്കാൻ, കൈ പുറകോട്ട് കൊണ്ടുപോകാൻ, മുമ്പിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ പാട് കാണും. അതിനും നമ്മൾ പലപ്പോഴും ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കാൻ പറ്റും. ചിലവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ അതിന് ശസ്ത്രക്രിയകളുണ്ട്. പലപ്പോഴും തോളിൻ്റെ പ്രശ്നങ്ങൾ ഗുളികകൾ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. പുകയിലയും പാൻ മസാലയും ഉപേക്ഷിക്കുക. ലോർഡ്സ് ഹോസ്പിറ്റൽ, ആനയറ, തിരുവനന്തപുരം.